ചാടേ മോക്ക് ഇവിടെ നിന്ന് കിട്ടും. ചാട് ചാട്. എവിടെയാണ് ചാടണ? എവിടെയാണ് ചാടണ? ആ ഓക്കെ. ആ റെക്കോർഡ് ചെയ്യല്ല. ഇവിടെ കിട്ടി. ഇവിടെ നിന്ന് സൂം ചെയ്യാൻ പറ്റൂടെ? അതുവരെ വരണമെന്നില്ല. ആ ഓക്കെ ജാം. ഇപ്പൊ റെക്കോർഡാവണ്ട. അതെ കുട്ടപ്പൻ കുട്ട എടുക്കുന്നു. കുട്ടപ്പന്റെ ചിഹ്നം കുട്ട. അയത്തത് വാഴയില ചൂടി നിൽക്കുന്നു. വാച്ചപ്പൻ കുട്ട ചുമക്കുന്ന ഹരിയും സഞ്ജു. നാരായണൻ ചേട്ടൻ അവിടെ അത്തപ്പുരയുടെ പണിപ്പുരയിലാണ്. രണ്ടുപേര് കുട്ട ചുമന്നുകൊണ്ട് പോകുന്നു. കുട്ട ചുമക്കാനെന്നും പറഞ്ഞ അവിടെ പോയി ജിത്തുദേ വാഴയുടെ ഇടയിൽ നിൽക്കുന്നു. വാഴയുടെ ഇടയിലാണോ പങ്കച്ചിയുടെ ഇടയിൽ? ആ വാഴയുടെ ഇടയിൽ തന്നെ. വാച്ചപ്പൻ വെയിൽ മൂത്ത് കാരണം തിരിച്ചു വന്നിരിക്കുന്നു. മൂക്കിൽ കൈതോണ്ടി സംസാരിച്ചെന്തോ. ശ്യാമ ഖനമായി വെട്ടുന്നതാണ്. അത് തോണിച്ചാരി നോക്കിയിരിക്കുന്ന സഞ്ജു. വീണ്ടും പങ്കാച്ചിയെ വെറുപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. ആവശ്യമായ മണ്ണ് തപ്പി നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഈ കൊടും വനത്തിലാണ് നമ്മൾ ഇന്ന് മണ്ണ് തപ്പുന്നത്. എഞ്ചിനീയറായ കുട്ടപ്പൻ ശാസ്ത്രീയപരമായ ഭൗമ നിരീക്ഷണം നടത്തുന്നു. അപ്പുറത്ത് എഞ്ചിനീയർ ആയിട്ട് കൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പുള്ളി ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാമെന്ന് നോക്കുന്നു. മീഡിയയിൽ പ്രവർത്തിക്കുന്ന ന്യൂസ് റീഡറും ന്യൂസ് അനലിസ്റ്റുമായ ജിത്തു തലതിരിച്ചിരിക്കുന്ന CIAF-ൽ നിന്ന് റിട്ടയർഡ് എടുത്ത് വോളണ്ടറി റിട്ടയർമെന്റ് സാധിച്ച പുള്ളി. എടാ ഇത് കാന്താരയാണോടാ? ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ മീഡിയ അനലിസ്റ്റ് ജിത്തു. ക്യാമറാമാൻ കണ്ണനോടൊപ്പം എത്തിച്ചേരാത്ത എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളും എളുപ്പം എത്തിച്ചേരുക. അതിസാഹസികമായി ഈ പുല്ലൊക്കെ വെട്ടി കാട് വൃത്തിയാക്കി നമ്മൾ വന്ന് അടുത്തതായിട്ട് എത്തിപ്പെട്ടുന്നത് അതിനിഗൂഢവും പുരാതനവുമായ ഒരു കുളത്തിലേക്കാണ്. എന്നാൽ കുളം മൂടി കാട് നിന്നെ പിടിച്ചേക്കില്ല. അപ്പൊ നീ ഇതാണ് ആ കുളം. കുളം കണ്ടോ? പുല്ല് മാത്രമേ കാണൂ ഗൈസ്. ഇതിൽ നിന്നാണ് നമ്മൾ കഷ്ടപ്പെട്ടിനി മണ്ണെടുക്കാൻ പോകുന്നത് ഗൈസ്. ഹരിയോടൊപ്പം ശ്യാം ചേട്ടൻ കണ്ണൻ. ലഡു നമ്മൾ തിന്നാൻ പോവുകയാണ്. തിന്നാടാ ലഡു തിന്നിട്ട് ലഡു തിന്നില്ല. ഇതോ കുക്സും അങ്ങോട്ട് പോകുന്നു. ആരുടെ വെച്ചാൽ നീ ആടേ? ഓ വാച്ചപ്പന്റെ അതിപ്രയത്നം കൊണ്ട് നമുക്കൊരു ലഡു കിട്ടിയിരിക്കുന്നു വാഴപ്പണയിന്ന്. കൊള്ളാമോ? ഹലോ ഗൈസ്, എങ്ങനെ നമ്മൾ ലഡു തിന്നാൻ പോവുകയാണ്. നമ്മൾ റിവ്യൂ പറഞ്ഞുതരാം. അരിപ്പ് ഇത് കഴിഞ്ഞിട്ട് MC കണ്ണനാണെന്ന് നാരങ്ങയുള്ളൂ ബിസ്ക്കറ്റ് കിട്ടുന്നതാണ്. തന്നിട്ട് കലക്ക് നീ. അത് നാരായണന്റെ MC കണ്ണന്റെ അളിയനാണ് ഈ നിൽക്കുന്നത്. അത് MC കണ്ണന്റെ അളിയന്റെ അനിയനാണ്. അത് കുട്ടപ്പന്റെ അനിയൻ. ഓക്കെ ഗൈസ്, നമ്മള് ഈ വാഴപ്പണയിൽ നിന്ന് കമ്പെടുത്തിട്ട് യാത്ര തിരിക്കുകയാണ്. ഇനിയുള്ളത് ഒരു അവിടെ വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ വയ്യ. പൊന്നു എന്നെ ജോലി ചെയ്യുന്നല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം കെട്ടിവെക്കാൻ നേരത്തെ അതിനിടയിൽ ഒന്ന് തൂങ്ങി കളിക്കുന്ന പാറ്റ. വെട്ടം കിട്ടല്ലോ വീട്ടിൽ. ഇതാണ് ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയും. എത്ര വലിയ ബിൽഡിംഗ് ലോഡ് ടെസ്റ്റ് ചെയ്യണം. ലോഡ് ഈ ബെയർ ചെയ്യുമെന്ന് നോക്കണം. ഇതിന്റെ പുറത്ത് കമ്പികൾ വരും, ടാർപ്പ് വരും, വെയിറ്റ് പിടിക്കുകയില്ല. അങ്ങനെ ചെക്ക് ചെയ്യണോ? നാരായണ ചേട്ടൻ അയച്ചു കൊടുക്കാം. ഓക്കെ.